ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശില്പ എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ശില്പ. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. കുട്ടികൾ ആയിട്ടില്ല. എൻ്റെ ഭർത്താവ് പ്രശസ്തമായ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം വരാൻ രാത്രി 10:30 ഞാനും അമ്മായിമ്മയായിരുന്നു കുറേ കാലം വീട്ടിലുണ്ടായിരുന്നത്. അമ്മായിമ്മയ്ക്ക് ഒരു മകൻ കൂടിയുണ്ട്, അതായത് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ ഫാമിലി പൂനെയിൽ സെറ്റിൽഡാണ്. അവർക്ക് നാട്ടിൽ വന്ന് സ്ഥിര താമസമാക്കണമെന്ന് നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് വന്നതിൽ പിന്നെ അവർ 2 വർഷം കഴിഞ്ഞ് ഒന്ന് വന്നായിരുന്നു. അത് കഴിഞ്ഞ ശേഷം മകളെ കോളേജിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നു. പിന്നീട് ഭർത്താവിൻ്റെ ചേട്ടൻ മാത്രമാണ് തിരിച്ചു പോയത്. ചേട്ടത്തിയും കുട്ടിയും ഇവിടെ തന്നെയായിരുന്നു. അവൾക്ക് ഇവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ അവൾക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാനാണ് താല്പര്യം. ഇവിടുന്ന് 30 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് ചേച്ചി അവളെ ഹോസ്റ്റലിൽ തന്നെ നിർത്തി. ഇനി ചേച്ചി എന്നും നാട്ടിലായിരിക്കുന്നു. ഇവിടെ അവർക്കുള്ള വിധത്തിൽ ഒരു വീട് പതിയെ പണിയണമെന്നും ചേച്ചി പറഞ്ഞു. അവളുടെ പഠിത്തം പൂർത്തിയാക്കുന്നതിനനുസരിച്ചിട്ട് വീട് പണിയും പൂർത്തിയാക്കണം. പിന്നെ ഷിഫ്റ്റ് ചെയ്യണം നാട്ടിലേക്ക് എന്നാണ് ചേട്ടൻ്റെ ഇഷ്ടം. എന്തായാലും അവർ വരുന്നത് ഞങ്ങൾക്കൊരു കൂട്ടാണ്. ഭർത്താവിനും എനിക്കും തമ്മിൽ കാണാൻ ഈ രാത്രി നേരം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര ബോറാണ് എനിക്ക്. അപ്പോഴാണ് ചേച്ചിയുടെ വന്നത്. അപ്പം പിന്നെ പറയാനൊക്കെ ഒരാളായല്ലോ. അമ്മായിമ്മ ശരിക്കും ഇത്തിരി വീക്കാണ്. അവരോട് നമ്മൾ എന്ത് പറയാനാണ്? തമാശ പറഞ്ഞാൽ ഏൽക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. പാവമാണ്. മകൾ ജനിച്ചതും വളർന്നതും ഒക്കെ പൂനെയിലായതുകൊണ്ട് അവൾക്ക് ഈ നാടൻ സെറ്റപ്പിലൊന്നും ജീവിക്കാൻ പറ്റില്ല. അവൾ ഹോസ്റ്റലിൽ പോയത് അതുകൊണ്ടാണ്. അവൾക്ക് വേറെ ഫുഡൊക്കെ വേണം. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ ചേച്ചിക്ക് വയ്യ. അതുകൊണ്ടാണ് ഹോസ്റ്റലിലാക്കിയത്. ഒരു കണക്കിന് നോക്കുമ്പോൾ ആദ്യം എനിക്ക് ദുഃഖമുണ്ടായിരുന്നു അവൾ ഞങ്ങളുടെ കൂടെ നിൽക്കാത്തതിൽ. പക്ഷേ അവൾ ഹോസ്റ്റലിലായത് പിന്നീട് ഗുണമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഭയങ്കര ജോളിയാണ്. അതുമാത്രമല്ല 24 മണിക്കൂറും എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ആസ്വദിക്കുന്ന ഒരു ടൈപ്പാണ്. ചെറിയ പെണ്ണുങ്ങളെ പോലെയാണ് സംസാരവും നടപ്പുമൊക്കെ. പ്രായം നല്ലതുപോലെ ഉണ്ടെങ്കിലും ചേച്ചി ഇപ്പോഴും 18കാരിയാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചി ഇങ്ങനെ എന്തിനാണ് കിടന്ന് തുള്ളിക്കളിക്കുന്നത്? ഇവിടുത്തെ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കുമെന്നും. അവരെ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ, പലപ്പോഴല്ലേ വരികയുള്ളൂ. ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചെന്നൊരു ബാധ്യതയാകുക. എന്തായാലും ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും സ്വന്തം നാട്ടിൽ വന്ന് ഒന്ന് നടക്കട്ടെ നല്ല പോലെ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കട്ടെ. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഞാനിപ്പോഴും നല്ല സുന്ദരിയാണെന്നാണ് പൂനെയിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. ചേച്ചി ഇപ്പോഴും നല്ല സുന്ദരി തന്നെയാണ്. എന്നാൽ പിന്നെ ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ എന്നെ നോക്കട്ടെടി. കേരളത്തിൽ ആൻറ്റിമാർക്കാണ് കൂടുതൽ ഡിമാൻഡെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് 10 ചെക്കന്മാർ എന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നീ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ നമുക്ക് രണ്ടുപേർ കൂടെ എല്ലാ ദിവസവും ടൗണിലൊക്കെ ഒന്ന് കറങ്ങാം. എന്തിനാ ചേച്ചി? എടി പെണ്ണെ, നീ കോളേജിലൊക്കെ പഠിച്ചിട്ട് വന്നതല്ലേ, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാൻ തോന്നുന്നത്? ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും പറയുമായിരുന്നു. ഇവിടെയാണെങ്കിൽ ഭയങ്കര ബോറാണ്. നമുക്ക് രണ്ടുപേർ കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും ടൗണിൽ പോയി ഒന്ന് കറങ്ങി വരാവടി. എന്നും ടൗണിൽ പോകണോ? എന്നൊന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഒന്ന് പോകാവടി. അതായിരിക്കും ഒരു റിലാക്സേഷൻ. ശരിയാ ചേച്ചി. ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഭർത്താവിനെ കാത്ത് ഈ വീട്ടിലിരിക്കുകയാണ് ഞാൻ. വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങും, അത്രയേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ മോളെ? നിനക്ക് കുട്ടികളുമായില്ലല്ലോ. ചേച്ചി ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കരുത്. കുട്ടികളായില്ലെന്ന്. എൻ്റെ കുഴപ്പമൊന്നുമല്ല, അങ്ങേർക്കാണ് കൗണ്ടൊക്കെ കുറവ്. എടി പെണ്ണെ, നിന്നെ കുത്തിയൊന്നും ഞാൻ സംസാരിച്ചതല്ല. കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അയ്യോ, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ്? എടി അങ്ങനെയല്ല, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ. ഇപ്പം 3 വർഷമല്ലേ ആയുള്ളൂ. കുറച്ചാളുടെ കഴിയട്ടെ, പതുക്കെ മതി. അതൊക്കെ ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടായിക്കോളും. ഇപ്പോൾ ഉണ്ടായിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്? നീ എന്തായാലും ഒരു ജോലിക്ക് പോകേണ്ടതായിരുന്നു. അതെന്താ ചേച്ചി ജോലിക്ക് പോകണം? ചേച്ചിക്ക് ഇത്ര നിർബന്ധം? ചേച്ചിയുടെ അനിയന് ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. ആണുങ്ങൾ അങ്ങനെ പലതും പറയും. അവരാണെങ്കിൽ ജോലിക്ക് പോയി കറങ്ങി നടക്കും. നമ്മളാണെങ്കിലോ വീട്ടിലിരിക്കും, അവർ വരുന്നതും കാത്ത്. എന്തിന്? അവന്മാർക്കാണെങ്കിൽ ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ട്. ഇതൊക്കെ ഞാൻ പൂനെ പോയപ്പോൾ പഠിച്ചു മോളെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാഷ പോലും അറിയത്തില്ല. പുതുമോടിയാണല്ലോ. ഭർത്താവ് പുറത്ത് പോയി കഴിഞ്ഞാൽ കൂട്ടിനകത്ത് ഞാൻ മാത്രം. പിന്നീട് കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയും ഞാനും ഭർത്താവിനെ കാത്തിരിക്കുക, വെച്ച് വിളമ്പുക. ഇത് മാത്രമായിരുന്നു പണി. പിന്നീട് ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഭർത്താവ് തരികിടയാണെന്ന്. അങ്ങയുടെ കയ്യിൽ ചില്ലറല്ലാത്ത ചില കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ മറ്റു പെണ്ണുങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി സമ്മതിച്ചില്ല. പക്ഷേ കൈയോടുകൂടി ഒരു ഹിന്ദിക്കാരി പെണ്ണുമായിട്ടുള്ള തരികിട ഞാൻ കണ്ടുപിടിച്ചു. അതോടുകൂടി എൻ്റെ ഭാവം അങ്ങ് മാറി.
അയ്യോ, ചേട്ടൻ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ, ചേട്ടന് മാത്രമല്ല, മിക്കവാറും ആണുങ്ങൾക്കും മിക്കവാറും പെണ്ണുങ്ങൾക്കും എല്ലാം നല്ല കള്ള സ്വഭാവമുണ്ട്. അത് സാഹചര്യം കിട്ടുമ്പോൾ പുറത്തെടുക്കുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ആദ്യം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതെന്താ ചേച്ചി ആശ്വാസം? ആ, എൻ്റെ ഭർത്താവല്ലേ, ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം അത്രയുള്ളെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാൻ ചേച്ചിയുടെ കാര്യം എന്താ? ഓ എൻ്റെ പൊന്നു പെണേ, കാണാനുള്ള സൗന്ദര്യം ഉള്ളടി, വേറെ ഒന്നുമില്ല. അങ്ങനെയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടേക്കുള്ള പെണ്ണുങ്ങൾ ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ സ്വീകരിക്കാതിരിക്കുകയാണോ? കുഴപ്പമില്ല, ഇങ്ങനെ എൻ്റെ അടുത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടും അങ്ങേരവിടെ ഒരു ഹിന്ദിക്കാരിയുമായിട്ട് ബന്ധമുണ്ടാക്കി. ഹാ, അപ്പം ചേച്ചി പറഞ്ഞു ഒരു കാശിനും കോളില്ലെന്ന്. എന്നിട്ട് പിന്നെ ഹിന്ദിക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എൻ്റെ പൊന്നുമോളെ, അതൊരു പ്രേമം പോലെയാണ്. അവൾക്ക് ഇങ്ങേരുടെ മുഖസൗന്ദര്യം കണ്ടപ്പം അങ്ങ് ഇഷ്ടമായി. മലയാളിയാണല്ലോ എന്നോർത്തിട്ട് ഇങ്ങേർക്ക് അവളെ ഇഷ്ടപ്പെട്ടു. നല്ല വെളുത്ത ചുവന്ന തൊടുത്തൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറഞ്ഞ പോലാണ്. അപ്പോൾ അവർ തമ്മിൽ ഒന്നുമില്ലേ? പിന്നെ ചേച്ചി എന്താ കൈയോട് പിടിച്ചെന്ന് പറഞ്ഞത്? ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫോൺ വിളി കൈയും കലാശമൊക്കെയാണ് ഞാൻ പിടിച്ചത്. ഞാൻ പിന്നെ ആ സ്ത്രീയോട് പോയങ്ങ് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നോക്കേണ്ട കാര്യമില്ല. ഇത് അങ്ങ് കേരളത്തിലെ നെൽമണി പോലെയുള്ളൂ. ഇവിടെ മോള് ചപ്പാത്തി ഇട്ട് കുഴയ്ക്കുന്ന ചപ്പാത്തിക്കോലില്ലയോ, അത് പ്രതീക്ഷിച്ചാണെങ്കിൽ അധികം ആട്ടാ കുഴയ്ക്കണ്ട, ഒരു ഗുണം ഉണ്ടാകില്ല മോളെ. ഇതാണ് എൻ്റെ ഗതി. നീ ഇപ്പം കൈയും കാലും കാണിച്ച് നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇങ്ങനെ വിളിച്ചാൽ നിനക്കും ഇതേപോലെ ആയിരിക്കും ഗതി. അവസാനം ചപ്പാത്തി പോലെ പരന്നിരിക്കുന്നല്ലാതെ മറ്റു ഗുണമില്ല മോളെ എന്ന് പറഞ്ഞ് അവളെ ഞാൻ അങ്ങ് ബോധവൽക്കരിച്ചു. അത് വല്ലാത്ത അടിയായിപ്പോയി എൻ്റെ ഭർത്താവിന്. അവളോട് ഞാൻ അയാളെക്കുറിച്ച് ഒത്തിരി താഴ്ത്തി കിട്ടി പറഞ്ഞു എന്നായിരുന്നു പുള്ളിയുടെ കംപ്ലൈൻറ്റ്. ഞാൻ പറഞ്ഞാണ്, ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിന് എനിക്ക് അവാർഡ് തരണമെന്ന് ഞാൻ പറഞ്ഞു. അതോടുകൂടി വഴക്ക് വക്കാണമായി. എങ്കിൽ കുട്ടിയും കൊണ്ട് ഞാൻ നാട്ടിൽ പോകുമെന്നായി. ആ സമയത്താണ് പുള്ളി എന്നോട് പറഞ്ഞത്, ശരി, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, ഇനി ഇങ്ങനെയുള്ള അലുകുലത്തുകളൊന്നും ഉണ്ടാകില്ലെന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ അത് മുഖവിലക്കെടുത്തെങ്കിലും എനിക്ക് ജോലിക്ക് പോകണം, ഇങ്ങനെ ബോറടിച്ച് ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തൊട്ടടുത്തൊരു കമ്പനിയാണ്, 1 കിലോമീറ്റർ ഉള്ളൂ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അവിടെ ഞാൻ പോകുമായിരുന്നു മോളെ. കുറച്ച് വരുമാനമൊക്കെ വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അതുമാത്രമല്ല, അവിടെ വേറെ മലയാളികളൊക്കെ ഉണ്ട്, അവരോട് സംസാരിക്കാം, ആണുങ്ങളുണ്ട്, നമ്മളോട് കൊഞ്ചിയും കൊഴയൊക്കെ ചെയ്യും. നമുക്ക് വേണ്ട റിലാക്സേഷൻ അങ്ങേരെ ഇങ്ങനെ എവിടെയൊക്കെ നടക്കുന്ന ആർക്കറിയാം. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു പെണ്ണും അങ്ങേരെ 10 വട്ടത്തിൽ കൂടുതൽ അവളുമാരെ എൻ്റെ ഭർത്താവിനെ അവിടെ നിർത്തില്ല, ഓടിച്ചു വിടും. മലയാളികളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതുകൊണ്ട് അങ്ങേര് തുള്ളിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മോളെ. അപ്പോൾ ചേച്ചി കളിയാക്കാൻ പറഞ്ഞതല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? അത് കൊള്ളാം. ഇത്രയും നേരം ഞാൻ നിന്നോട് പറഞ്ഞത് തമാശ കഥയാണെന്നാണ്. സീരിയസ് കഥയാടി. എന്ത് ചെയ്യാനാ എടി? വെള്ളരിക്ക കിച്ചടി വെക്കേണ്ട സ്ഥലത്ത് കോവയ്ക്കയോ ബീൻസോ വല്ലതും കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതേ അവസ്ഥയാണ്. പോയ പോലെ ഇങ്ങ് തിരിച്ചു വരും എന്ന് പറഞ്ഞ് ചേച്ചി ചിരിച്ചു. എന്നാലും ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ കൂളായിട്ട് എടുക്കാൻ പറ്റുന്നു? പക്ഷേ മോള് പെട്ടെന്നുണ്ടായല്ലോ ചേച്ചി. എടി, അത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഇപ്പോൾ നീ ഓർക്കുന്നുണ്ടാകും, അയ്യോ എൻ്റെ ഭർത്താവ് നല്ലവനാണേ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണേ. പക്ഷേ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നെങ്കിലും കുട്ടികൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. കാണുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, എല്ലാം ഉൾട്ടയാണ് മോളെ, ഉൾട്ട. എന്തായാലും എൻ്റെ ഗതികേട് നിനക്ക് വരില്ല. കുട്ടികളുണ്ടാകാൻ ഇത്തിരി താമസിച്ചാലും മറ്റു കാര്യങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ ചേച്ചിക്കറിയാം? എനിക്കറിയാം. ചേട്ടനും അനിയനും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു സാമ്യവുമില്ല. അനിയൻ കില്ലാടിയാണെന്ന് പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേച്ചിക്ക് എങ്ങനെ തോന്നി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എടി പൊട്ടി, നീ ഓർക്കും ഇപ്പം ഞാൻ അവനെ ട്രൈ ചെയ്തെന്ന്. അങ്ങനെയല്ല, അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അവനെ കണ്ടിട്ടുണ്ടല്ലോ പല കാലഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ തോർത്തൊക്കെ എടുത്ത് വരുമ്പോഴും ടൈറ്റ് ജീൻസും പാൻറ്റും ഒക്കെ ഇടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കില്ലേ? ഒരു പൊതുവായ ശ്രദ്ധ സ്ത്രീകൾക്കുണ്ട്. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ആ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പം നിനക്കുണ്ട്. എടി, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ആണുങ്ങളെ കാണുമ്പോൾ അടിമുടിയും നോക്കും. അതിൽ പലതും അവർ അളക്കും. സൗന്ദര്യവും പൗരുഷവും മുഖത്ത് മാത്രമല്ലുള്ളത്, മറ്റ് പല കാര്യങ്ങളും ചൂഴ്ന്നു നോക്കുന്നവരാണ് സ്ത്രീകൾ. പക്ഷേ അത് ആരും അറിയില്ല. അയ്യോ ചേച്ചി, എനിക്കങ്ങനെ പേടിയാണ്, ഞാനങ്ങനൊന്നും ആരും നോക്കാറില്ല. അയ്യോ, നീ ഒരു പ്രത്യേക ജനിസാണ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ കൂട്ടുകാരികളും കൂടെയൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇത്തരം ചർച്ച ചെയ്തിരിക്കുന്നു. നീ എന്താടി അങ്ങനെ നിൻ്റെ കൂട്ടുകാരോട് പറയാതിരുന്നത്? ഇതിപ്പം നിനക്കാണോ പ്രായം, എനിക്കാണോ പ്രായം എന്ന് ചേച്ചി ചോദിച്ചു.
ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ്? അല്ലടി, നിന്റെ ഭർത്താവ് ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണിന് ഞാൻ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് അവൻ കാടും മേടും കയറിപ്പോകും. അവസാനം നീ ഇരുന്ന് മേളോട്ട് നോക്കി കരയും, അയ്യോ മുന്തിരി പോയേ തൂങ്ങിക്കിടന്നതെന്ന്. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അമ്മായിമ്മ പുറകിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പെട്ടെന്നാണ് അമ്മായിമ്മ ചാടി വീണത്. എടീ, വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം അനിയത്തിയെ തന്നെ നീ പൂനെയിലെ സ്റ്റൈൽ ഇറക്കോടി എന്ന് ചോദിച്ചു. അതെന്താമേ പൂനെ സ്റ്റൈലിന് ഒരു കുഴപ്പമെന്ന് ചേച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടീ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ മുഴുവനും കേട്ടു. സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനിയത്തിയോട് പറയാമോ? പറഞ്ഞത് പോട്ടെ, അവളെ ടൗണിൽ കറങ്ങാൻ വിളിക്കുകയാണ്. എന്തിന്? ചുമ്മാ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്, ആണുങ്ങളെ കാണിക്കാനല്ലേടി നീ ഉദ്ദേശിച്ചത് എന്ന് ചേച്ചിയോട് കയർത്തു. ചേച്ചി പറഞ്ഞു, ഞാൻ സത്യമായ കാര്യമേ പറഞ്ഞുള്ളൂ, എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? എടി, നിന്റെ ഭർത്താവിനെ നീ കല്യാണം കഴിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം നിനക്ക് മനസ്സിലായല്ലോ നെൽക്കതിരാണോ വെണ്ടയ്ക്കാണോ പാവയ്ക്കാണോ എന്ന്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അന്ന് നീട്ടിട്ട് പോകണമായിരുന്നു. നീ എന്നിട്ട് അവൻ്റെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് അവിടെ നിന്നു. അത് കഴിഞ്ഞൊരു കുട്ടിയുമായി. ഇപ്പോഴും നീ അവൻ്റെ കൂടെ താമസിക്കുന്നത്. എന്നിട്ട് എന്തിനാണ് നീ അനീത്തിയോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ആഹാ, അമ്മ എല്ലാ കഥകളും ഒളിച്ചെന്ന് കേട്ടെങ്കിൽ സ്വന്തം മകനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവിടെ പോയി അടങ്ങി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു, ഉള്ളത് ഓണം പോലെയെന്ന് വെച്ച്. എന്നിട്ടും അങ്ങനെ എടുത്ത് ചാടി അത് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് സഹിക്കുമോ? അപ്പോഴാണ് ഞാൻ എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതും അങ്ങേർക്ക് ഉള്ള കുറവുകൾ പറഞ്ഞതും. പിന്നെ അങ്ങേരുടെ കയ്യിൽ നിന്ന് ശരിക്കുള്ള സ്നേഹമൊന്നും പിന്നീട് എനിക്ക് കിട്ടിയില്ല. ആരെങ്കിലും എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ, ഞാൻ സുന്ദരിയാണെന്ന് പറയണ്ടേ, അത്രയേ ഉള്ളൂ. ആണുങ്ങളോട് മിണ്ടുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോൾ ചേച്ചി സുന്ദരിയാ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം. ഇവിടെ തന്നെ കുത്തിയിരിക്കാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടൗണിലൊക്കെ ഒന്ന് പോയി കറങ്ങട്ടെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ആണുങ്ങൾ, അതിപ്പോൾ ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും ശ്രദ്ധിക്കണം. അതിൻ്റെ കഥയാണ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇത്രയും ഒളിച്ചു നിന്ന് കേട്ട അമ്മയോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് പറഞ്ഞത് അമ്മയ്ക്ക് 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ചേട്ടനും അനിയനും. മൂത്ത ആളാണ് കല്യാണം കഴിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം 10 വർഷത്തോളം ഇളയാളും ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടനെയും അനിയനെയും ഇവിടെ തന്നെ പിടിച്ചു നിർത്തുകയായിരുന്നു അമ്മ എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കൾ വഴക്കുണ്ടാക്കിയപ്പോഴാണ് അനിയനെ സ്വതന്ത്രനാക്കാൻ അമ്മ സമ്മതിച്ചത്. പിന്നെ അയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചച്ച പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഭർത്താവ് അമ്മേ കല്യാണം കഴിച്ച ആളുടെ മകനാണ്, അടുത്തത് അനിയൻ്റെ മകനാണ്, അതായത് ഇവളുടെ ഭർത്താവ്. അങ്ങനെയാണ് നാട്ടുകാരെല്ലാം പറഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞിട്ട് വർഷങ്ങളായി. ഇന്ന് വരെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിൽ സത്യാവസ്ഥ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മായിമ്മ ഇരുട്ടടി കിട്ടുന്ന പോലെ ഞെട്ടുന്നത് ഞാൻ കണ്ടു. ഇത്രയും വർഷമായിട്ടും മൂത്ത മരുമോള് ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് അമ്മ വിചാരിച്ചത്. ഇപ്പോൾ വയസ്സാം കാലത്ത് ഈ കാര്യങ്ങളെല്ലാം മൂത്ത മരുമകൾ തുറന്നു ചോദിക്കുന്നു. അപ്പോൾ അമ്മ എന്തുത്തരം പറയും എന്നറിയാൻ വേണ്ടിയിട്ട് അമ്മായിമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. ഉടനെ അമ്മായിമ്മ പറയുകയാണ്, എടീ, നിന്റെ കഥകളൊക്കെ ഞാനിപ്പോൾ കേട്ടല്ലോ. ഉടനെ എനിക്ക് വേണ്ടി നീ ഒരു കഥ ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഈ കഥ ഞാൻ ഉണ്ടാക്കിയതല്ല, യഥാർത്ഥ കഥയാണെന്ന് എനിക്കറിയാം. ഇവിടെ ഇപ്പം ചേട്ടനും അനിയനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കഥ പറഞ്ഞപ്പോൾ അമ്മ കേട്ട് കാണുമല്ലോ. ആദ്യം കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഭർത്താവിനെ അമ്മയ്ക്ക് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞ കഥയിലെ അതേ പ്രശ്നം. ആ കാലത്ത് പോലും അമ്മയ്ക്ക് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ ഭർത്താവിൻ്റെ അനിയൻ അതിലൂടെ പോകുന്നുണ്ടോ നോക്കിയിട്ട് വാരിക്കുഴി കുഴിച്ച് അങ്ങനെ അതിൽ വീഴ്ത്തി അമ്മ കൊമ്പനെ സ്വന്തമാക്കി. അപ്പോൾ അന്നില്ലാത്ത പ്രശ്നമാണോ അമ്മ എനിക്ക്? ഞാനാണെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മയുടെ മോൻ ചെയ്ത കഥയാണ് പറഞ്ഞത്. പിന്നെ അമ്മയുടെ സ്വഭാവവും അമ്മയുടെ മോൻ്റെ സ്വഭാവവും എല്ലാം ഈ ഫാമിലിയിലെ സ്വഭാവങ്ങളായിരിക്കും. അതേപോലെ തന്നെ ഇവളുടെ ഭർത്താവിനും അത്രയും കളത്തരം ഉണ്ടോ എന്ന് ആർക്കറിയാം? ഇവളവനെ വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കും, ജോലിക്കും പോകില്ല. അവസാനം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതല്ലമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മയ്ക്ക് 2 ആകാം, അപ്പം ഞങ്ങൾക്ക് 2.5 3 എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അതോടുകൂടി അമ്മായിമ്മയുടെ നാവ് ഇറങ്ങിപ്പോയി. അമ്മായിമ്മ പറഞ്ഞു, എന്തായാലും കൊള്ളാം, അനിയത്തിയും ചേട്ടത്തിയും കൂടെ നടന്നിട്ട് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വെച്ചു, അല്ല, അമ്മ വരുത്തതിനേക്കാൾ കൂടുതൽ മാനക്കേട് ഇവിടെ എന്തുണ്ടാകാനാണ്? എന്തായാലും ഞങ്ങൾ രണ്ടിനും കൂടെ കറങ്ങാൻ പോവുകയാണ്. പിന്നെ വേന്ദ്രന്മാരായ 2 മക്കളായിരിക്കും അമ്മയ്ക്കുള്ള നമുക്കറിയാമല്ലോ. അവരോട് പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ ജീവിതം തെറ്റിക്കുകയാണെങ്കിലും ഒരു പ്രശ്നമില്ല, അവരെവിടെയെങ്കിലും പോയിക്കോട്ടെ, ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രരാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി നീ ഇങ്ങോട്ട് പാടി, നമുക്കൊരുങ്ങി ടൗണിൽ പോകാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ചേച്ചി പറഞ്ഞത് അനുസരിക്കാൻ
സഹായിക്കാനാണ് എനിക്ക് തോന്നിയത്. കാര്യം അമ്മായിമ്മ പല ശീലാവധി കഥകളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തനിയുള്ളപ്പോൾ ഞാൻ വിചാരിച്ചത് വയ്യ പാവമാണെന്നാണ്. അതിന് പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഞാനും ചേച്ചിയും കൂടെ ടൗണിലൊക്കെ പോയി കറങ്ങി നടക്കാൻ തുടങ്ങി. അത് വേറൊന്നിനുമല്ല, ചുമ്മാ ഒരു രസം. ആരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും, അത്രേ ഉള്ളൂ മാഡം, വേറൊന്നുമില്ല. ചേച്ചിക്കിത്തിരി ഇളക്കമുണ്ടെന്നല്ലാതെ വേറെ വഴിതെറ്റിയ മെൻറ്റാലിറ്റി ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങിപ്പോകും സ്വാതന്ത്ര്യത്തോടു കൂടി. അമ്മായിമ്മ പിന്നീട് ഒന്നും പറയാൻ വന്നില്ല മാഡം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോസ്റ്റലിൽ കൊണ്ടുവിട്ട ചേച്ചിയുടെ മകള് ഞങ്ങളെ വിളിക്കുന്നത്. രണ്ടുപേരും അത്യാവശ്യമായിട്ട് വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള മട്ടിലാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് പേടിയായി. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരുങ്ങി ഞങ്ങൾ പോയി. ആ സമയത്ത് ഒരു 4 മണി കഴിഞ്ഞിരുന്നു. അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓട്ടോ പിടിച്ച് വലിയൊരു ഹോട്ടലിലേക്ക് പോയി. അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരിയുണ്ട്. അവളാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് കറങ്ങി നടക്കുന്ന കൂട്ടത്തിലാണ്. വീട്ടുകാരുടെ പണമൊന്നും അവൾ സ്വീകരിക്കുന്നില്ല. അവൾ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി ആളുകളെ കണ്ടെത്തി വിലപേശി അവൾ പോകും, തിരിച്ചു വരും. ഇഷ്ടംപോലെ പണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾ ഓരോ ദിവസവും വന്ന് കഥകൾ പറയുമ്പോഴേക്കും ഇവൾക്കും അതൊക്കെ ആരാണെന്നറിയാൻ, എങ്ങനെയാണ് കഥയെന്നൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് കയറി. അങ്ങനെ അവൾ പോയിട്ട് വരുമ്പോഴേക്കും കിട്ടിയ പണം, ചിത്രങ്ങൾ ഒക്കെ പലരുടെയും കാണിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പ്രായമുള്ളവരുമുണ്ട്, അതീവ സുന്ദരന്മാരായ ചെറുപ്പക്കാരുമുണ്ട്. ശരിക്കും കേരളത്തിൽ വളർന്നവർക്ക് നല്ല കേരളക്കാരെയാണല്ലോ ഇഷ്ടം. പിന്നെ ഇവൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ആണുങ്ങളൊന്നുമില്ല, ഹിന്ദിക്കാരന്മാരാണ് നല്ലത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല സൗന്ദര്യമുള്ള കേരള ആണുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിന് വിളക്കമായി. ഇത്രയും സുന്ദരന്മാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, മോളെ നീ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്, എൻ്റെ കൂടെ ഇറങ്ങൂ. പൈസയുടെ ഒന്നും ആവശ്യമില്ലെങ്കിൽ നീ പൈസ വാങ്ങിക്കേണ്ട, ആ പൈസ ഞാൻ വാങ്ങിച്ചോളാം, എനിക്കും ഒരു രക്ഷയാകുമെന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂടെ കൂട്ടി. ഏറ്റവും സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും ഞങ്ങളുടെ മോൾക്ക് ഭയങ്കര ഇളക്കമാണ്. അപ്പോൾ അവൾ അതിനൊക്കെ സംബന്ധിച്ച് കൂടെ പോയി. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ രണ്ടുപേരും ഒത്തിരി പേരെ മീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത കൊച്ച് കുറേയധികം ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ. ഇവൾ എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ പറഞ്ഞാണ് വിടുന്നത്, അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ. പക്ഷേ ഏതോ ഒരു സുന്ദരക്കുട്ടപ്പൻ അവൻ ആദ്യമാണെന്നോ പ്രശ്നമില്ലെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത കൊച്ചു തന്നെയാണ് എങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ ഡേറ്റെല്ലാം തെറ്റി അവൾക്ക് പ്രശ്നമായിരിക്കുകയാണ്. അതിനാണ് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചത്. എങ്ങനെ പറയണമെന്നറിയില്ലായിരുന്നു. പക്ഷേ മറ്റേ കൂട്ടുകാരാണ് പറഞ്ഞത്, നിൻ്റെ അമ്മ ഭയങ്കര ജോളിയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന്. അങ്ങനെ സ്വന്തം അമ്മയോട് അവൾ പറയാൻ തീരുമാനിച്ചു. ചേച്ചി അവിടെ കിടന്ന് നെഞ്ച് തടിച്ച് കരഞ്ഞ് പൊട്ടിത്തെറിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്, ഇത് നമുക്ക് രഹസ്യമായി ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അത്രയും വലിയ കാര്യം അത്രയും ചെറിയ രീതിയിൽ ചേച്ചി മാനേജ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര അതിശയമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അവൾക്ക് പനിയാണെന്നും കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കുകയാണെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. എന്തായാലും അത് കഴിഞ്ഞ് ചേച്ചി തന്നെ മുൻകൈ എടുത്ത് ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് പോയി മകൾക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാനൊന്നും പുള്ളിക്കാരിക്ക് ഒരു മടിയുമില്ല. അതിവിദഗ്ധമായിട്ടാണ് ചേച്ചിയെല്ലാം ഒഴിപ്പിച്ചു വിട്ടത്. ഞാൻ ചേച്ചിയെ അത്ഭുതത്തോടുകൂടിയാണ് കണ്ടത്. എനിക്കാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറ്റില്ല. ചേച്ചി ഇപ്പോൾ പറയുകയാണ്, വന്നു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും അവൾക്ക് ഈ പറഞ്ഞതുപോലെ മോഹം തോന്നിയതാണ്. എനിക്ക് തന്നെ മോഹങ്ങളുണ്ട്, അത് ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോളല്ലേ അവൾക്കും. അമ്മായിമ്മയെ നമ്മൾ കുറ്റം പറഞ്ഞതുപോലെ അമ്മായിമ്മയുടെ മക്കളല്ലേ നമ്മുടെ ഭർത്താക്കന്മാരും, അവരുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാം. അതേപോലെ എൻ്റെ മോളല്ലേ അവളും. അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ എന്താ കാര്യം? ചിലപ്പോൾ ഉണ്ടായേക്കാം. അവളുടെ അച്ഛനും കണക്കാണല്ലോ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, വന്നാൽ വന്നതിൻ്റെ ബാക്കി. എന്തായാലും ചേച്ചി പിന്നീട് അവളെ ഹോസ്റ്റലിൽ വിട്ടില്ല. ഇവിടെ നിന്നാണ് അവൾ പോയി വരുന്നത്. അവൾക്കും ഇനി ഹോസ്റ്റലിൽ വിടണ്ട. അവളുടെ കൂട്ടുകാരെ കാണുമെന്ന് പറഞ്ഞ് ചേച്ചി ട്രൈ ചെയ്തെങ്കിലും ആ പെൺകുട്ടി വന്നില്ല. ഒരു ദിവസം ചേച്ചി അങ്ങോട്ട് ചെന്ന്
തേടി പിടിച്ച് അവളെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എടി എന്തായാലും ഇതേപോലൊരു പൊട്ടിപ്പെണ്ണിനെയല്ല നിന്റെ ഗ്യാങ്ങിലേക്ക് ചേർക്കേണ്ടത്. ദേ ഞാനൊക്കെ ആണെങ്കിൽ ആവശ്യക്കാരികളാണ്, എന്നെ ഗ്യാങ്ങിൽ ഇങ്ങ് ചേർക്കടി. എന്നിട്ട് ഇവളുടെ പേരിൽ നീ മേടിക്കുന്ന പണമില്ലേ, അതുപോലെ എനിക്ക് അത്രയും വേണമെന്നില്ല, അതിൻ്റെ ഒരു പാതി കിട്ടിയാലും മതി. എനിക്കും നീ അങ്ങ് താ, ഞാൻ നന്നായിട്ട് ജീവിക്കട്ടെ. ഇവിടെ വന്ന പിന്നെ ജോലിയൊന്നുമില്ല, ഞങ്ങൾക്കൊരു വീടൊക്കെ വെക്കണം. എന്നെ നീ അങ്ങ് ഗ്രൂപ്പിൽ ചേർക്കടി. അല്ല ഇവിടെ ആൻറ്റിമാർക്ക് ഡിമാൻഡാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടി എൻ്റെ മോളെ കൊണ്ടുപോയി ഇത്രയും കുഴപ്പത്തിലാക്കിയത് എന്നൊക്കെ പറഞ്ഞ് പാതി കാര്യമായിട്ടും പാതി തമാശയായിട്ടും പറഞ്ഞു. എന്തായാലും ആ പെൺകുട്ടി പേടിച്ച് നിൽക്കുകയായിരുന്നു. അവസാനം ഇനി ചേച്ചിയുടെ മോളെ ആ ഒരു കാര്യത്തിലേക്ക് നിർബന്ധിക്കില്ലെന്നും ചേച്ചിയായിരിക്കും അതിന് പകരം പോകുന്നതെന്നും ചേച്ചിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. ചേട്ടൻ പൂനെയിലാണ്, വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ചേച്ചി പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, എന്തായാലും എൻ്റെ മോൾക്ക് അബദ്ധം സംഭവിച്ചു, എനിക്കിപ്പം ഒന്നും സംഭവിച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചേച്ചി ഇറങ്ങിത്തിരിച്ചു. ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഒരു ജോലി കിട്ടി, സ്ത്രീകളൊക്കെ വർക്ക് ചെയ്യുന്നൊരു യൂണിറ്റിലാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പോകും മാഡം. തിരിച്ചു വരുമ്പോൾ കൈ നിറയെ പണമുണ്ട്, പല സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് എനിക്ക് കൊണ്ടുതരും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭയവും കൗതുകവുമുണ്ട്. പക്ഷെ ചേച്ചി ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല, എടി നിനക്കിഷ്ടമാണോ, നീ ഇറങ്ങ് എന്നൊന്നും പറയാതെ ഞങ്ങൾ അല്ലാതെ ചുമ്മാ കറങ്ങാനൊക്കെ പോകാറുണ്ട്. എനിക്ക് ഇഷ്ടമാണെന്ന് ചേച്ചി ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ ചേച്ചി കാണിക്കുന്ന ഫോട്ടോസും അതേപോലെ ചേച്ചിയുടെ പണവരവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ മോൾക്ക് പറ്റിയതുപോലെ, അതായത് അവളുടെ ക്ലാസ്മേറ്റിൻ്റെ കാര്യം അവൾ കണ്ടപ്പോൾ അവൾക്കങ്ങ് ക്യൂരിയോസിറ്റി കയറി ചോദിച്ച് അവളും കൂടെ ഇറങ്ങിപ്പോയില്ലേ എന്ന് പറഞ്ഞതുപോലെ ചേച്ചിയെ കാണുമ്പോൾ, ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ, പിക്ചേഴ്സ് വീഡിയോയും പണവും ഗിഫ്റ്റും ഒക്കെ കാണുമ്പോഴേക്കും എനിക്കും അങ്ങ് തോന്നുകയാണ്, ചേച്ചിയെക്കാളും ചേച്ചിയുടെ മോളെക്കാളും ഒക്കെ ഒത്തിരി സൗന്ദര്യം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്നതിനേക്കാൾ മികച്ച സ്വീകരണം എനിക്ക് കിട്ടില്ലേ? എനിക്കിതൊക്കെ കാണുമ്പോഴേക്കും ശ്വാസം മുട്ടലും അസൂയമാണ്. ഞാനും വരുന്നു ചേച്ചി എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. ആ ഒരവസ്ഥയിലാണ് ഞാൻ. മാഡത്തിന് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ ചേച്ചിനോട് ഡയറക്റ്റായിട്ട് ഒന്നും ചോദിക്കാത്തത് ഞാനായിട്ട് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടാകുമോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും വല്ലാത്തൊരു ഡിലമ്മയിലാണ് ഞാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാളുടെ ചെയ്തി കണ്ട് അവരെ അനുകരിക്കാൻ പോകുന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ലോകം. നമ്മളെപ്പോഴും മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിരിക്കപ്പുറത്ത് കിട്ടില്ല. കാര്യം അവരത് ആഗ്രഹിക്കുന്നുണ്ടാകും, അവരുടെ ജീവിതം അങ്ങനെയാണ്, ദാമ്പത്യം അങ്ങനെയാണ്, അവർക്ക് അതിൽ കൂടി പൈസ സമ്പാദിക്കണമെന്നുണ്ട്, വീട് വെക്കണമെന്നുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് അവർക്ക് റിസ്ക് ഒന്നുമില്ലാത്ത ജീവിതത്തിൽ അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. അവരുടെ ഭർത്താവിനോട് പറഞ്ഞാൽ അവർക്കൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങളുടെ ഭർത്താവായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് വീടിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. ആകെ കൂടി കുട്ടികൾ ഉണ്ടാകാനുള്ള ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇവിടെ കുളമാകും. അവർക്ക് പ്രശ്നമില്ല. ചിലപ്പം ഭർത്താവിനോടത് പറഞ്ഞാലും ഭർത്താവ് പറയും, ആ സാരമില്ലെന്ന് പറയും. കാര്യം വർഷങ്ങളായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട് ഒരു ധാരണയിൽ പോകുന്ന ദാമ്പത്യ ബന്ധമാകാം. അവരുടെ കള്ളക്കളി അവരുടെ ജീവിത വിജയത്തിന്. പക്ഷേ നിങ്ങൾക്കിവിടെ കള്ളക്കളി കിടക്കേണ്ട കാര്യമില്ല. അവരെ കണ്ട് ഒട്ടും അസൂയപ്പെടേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ ആര് തെരുവിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ, ആണിറങ്ങിയാലും പെണ്ണിറങ്ങിയെന്ന് പറഞ്ഞാലും, അരി എറിഞ്ഞാൽ 1000 കാക്കാന്ന് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ മനുഷ്യർ ഇവിടെ ഉണ്ട്. അവരുടെ സൗഹൃദങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് കണ്ട് മോഹിച്ച് അല്ലെങ്കിൽ പണം കണ്ട് മോഹിച്ച് അതിൻ്റെ പുറകിലേക്ക് പോകേണ്ട ഒരു കാര്യവും സാഹചര്യവും നിങ്ങൾക്കില്ല. അതുകൊണ്ട് അവരുടെ ചെയ്തികൾ കണ്ട് നിങ്ങൾ മോഹിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പിടിവിട്ടു പോകും. അവരുടെ പാട്ടിന് വിടുക, അവർ രഹസ്യമായി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, അത് അവരുടെ റിസ്ക്കാണ്. അവർക്ക് റിസ്ക് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അല്ലാത്തത് കൊണ്ട് അത് കണ്ട് മോഹിക്കാനോ അനുകരിക്കാനോ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയി മനസ്സിനെ കൺട്രോൾ ചെയ്യുക.